നമസ്തേ. വിശ്വാസം എന്ന ചാനലിലേക്ക് നല്ലവരായ സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം കൊടുങ്ങല്ലൂർ ദേവിയുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യേണ്ട രീതിയെപ്പറ്റിയും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയുമാണ് സംസാരിക്കുന്നത്. ശത്രു സംഹാരത്തിന്, അതായത് ശത്രുക്കളില്ലാതിരിക്കാൻ കൊടുങ്ങല്ലൂരമ്മ, അതായത് ആറ്റുകാലമ്മയുടെ അതേ ഭാവത്തിലുള്ള ഒരു ഉഗ്രരൂപിണിയായ ശക്തി കാളിയായ അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ഭാവത്തിലാണ് കൊടുങ്ങല്ലൂരമ്മ നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പതികാരത്തിൽ ഇളങ്കോവടിയിൽ എഴുതിയിരിക്കുന്ന ആ കഥയുടെ പൂർണ്ണരൂപം നമ്മുടെ ആറ്റുകാലിലെ ക്ഷേത്രത്തിൽ ഉള്ളതുപോലെ തന്നെയാണ് കൊടുങ്ങല്ലൂരമ്മയുടെ ക്ഷേത്രത്തിലും. കൊടുങ്ങല്ലൂരമ്മ അവിടെ രൗദ്രഭാവത്തിലെ നമ്മൾക്ക് സംരക്ഷണം നൽകുന്നു. ശത്രുബാധ ദോഷങ്ങൾ അകറ്റിക്കൊണ്ട് പൂർണ്ണതയിൽ നമ്മളെ സംരക്ഷിക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും ദോഷപ്പണികൾ എന്തെങ്കിലും ചെയ്തു വെച്ച്, അതായത് ഭൂമി സംബന്ധമായോ സ്വത്ത് സംബന്ധമായോ, അതല്ലെങ്കിൽ വസ്തു സംബന്ധമായോ ഇതിലേതെങ്കിലും ഒന്ന്, അതല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് ശത്രുക്കളുണ്ടാവാം, അതല്ലെങ്കിൽ നമ്മളുടെ വളർച്ചയിൽ ധനസംബന്ധമായിട്ടോ ഏതെങ്കിലും രീതിയിൽ ശത്രുബാധ ദോഷങ്ങളായിട്ട് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ സമീപത്തായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുങ്ങല്ലൂർ പോകണം. കുറച്ച്, അതായത് ഒരു പിടിയെങ്കിലും കുരുമുളക് അവിടെ അമ്മക്ക് വേണ്ടി സമർപ്പിക്കുക. ഒരു 100 ഗ്രാമെങ്കിലും മഞ്ഞൾ കുറഞ്ഞത് അവിടെ അമ്മക്ക് വേണ്ടി സമർപ്പിക്കുക. ഒരു പേക്ക് കല്ലുപ്പെങ്കിലും അമ്മക്ക് വേണ്ടി അവിടെ സമർപ്പിക്കുക. നമ്മൾക്ക് ശത്രുബാധ ദോഷങ്ങൾ മുഴുവനും അകറ്റാൻ പറ്റും. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെത്തിയാൽ നമ്മൾ ചെയ്യേണ്ട കടമകൾ മഞ്ഞളും ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും അവിടെ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ അവിടെ 21 തവണ പുറം പ്രദക്ഷിണം വയ്ക്കണം. അമ്മേ നാരായണ, വാണി നാരായണ, ലക്ഷ്മി നാരായണ, ദുർഗേ നാരായണ, ഭദ്രേ നാരായണ, കാളി നാരായണ എന്ന മന്ത്രം കൊണ്ട് നമ്മൾ ഉരുവിട്ട്, അല്ലെങ്കിൽ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബികേ ഗൗരി നാരായണീ നമസ്തുതേ ഈ മന്ത്രം ഉരുവിടാം. അതുമല്ല എങ്കിൽ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ജ കുലധർമ്മം ജ മാം ച പാലയ പാലയ ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ട് 21 തവണ ഇതുപോലുള്ള രുദ്രാക്ഷങ്ങൾ കയ്യിൽ പിടിച്ചോ നമ്മൾ മന്ത്രജപമായി ഉപയോഗിച്ചുകൊണ്ട് പ്രദക്ഷിണം വെക്കുക. പ്രദക്ഷിണം വെച്ചതിന് ശേഷം 1 രൂപ നാണയം തലക്ക് നമ്മൾ ഒഴിഞ്ഞിട്ട് സമർപ്പണം വെക്കുക. എന്തായത് ശത്രുബാധ ദോഷങ്ങൾ അകറ്റണം, നമുക്ക് സർക്കാർ ജോലി ലഭിക്കണം, നമുക്ക് നല്ല സൽസന്താനങ്ങൾ ഉണ്ടാവണം, നമുക്ക് നല്ല ഭൂമി ഉണ്ടാവണം, നമുക്ക് സൽസന്തതികൾ ഉണ്ടാവണം, നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് അതൊക്കെ എല്ലാ മഹാഭാഗ്യം തന്ന ദൈവത്തിനോട്, അമ്മയോട്, പ്രപഞ്ചശക്തിയോട് നന്ദി 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 എന്ന് പറയുക. എന്നിട്ട് ഉള്ളിലേക്ക് കയറുക. ഉള്ളിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ചിലമ്പ് അവിടെ സമർപ്പിക്കാം, വാള് സമർപ്പിക്കാം. ഇത് രണ്ടും വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അവിടുത്തെ ചക്രം, ശ്രീചക്രം നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ്. ഉള്ളിൽ കയറുന്ന സമയത്ത് അമ്മേ നാരായണ ജപിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും മനസ്സാന്നിധ്യത്തിൽ ആ ശക്തി സ്വരൂപിണിയായ അമ്മ നമ്മുടെ അടുത്തുണ്ട് എന്ന ഭാവത്തിൽ അമ്മയോട്, കാരുണ്യവതിയായ അമ്മയോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്ത്, അമ്മയെ അറിയാതെയോ അറിഞ്ഞോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് അമ്മ അനുഗ്രഹിക്കണം. അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതുപോലെ സമാധാനവും സന്തോഷവും തന്ന് എന്നെ എല്ലാ സമയത്തും സൽകീർത്തിയോടെ രക്ഷിച്ച ഭഗവാനെ അമ്മയ്ക്ക് കോടി കോടി നന്ദി എന്ന് പറഞ്ഞ് അമ്മയുടെ കാൽക്കൽ സാഷ്ടാംഗം മുട്ടുകുത്തിയിട്ട് സ്ത്രീകൾ വലതു ഭാഗത്തുനിന്ന് ആ നടയ്ക്കൊന്ന് വെച്ചതുപോലെ തന്നെ ഒന്ന് കുമ്പിട്ട് നമ്മൾ അമ്മയുടെ കാൽക്കൽ പിടിച്ചുകൊണ്ട് അമ്മയെ ആശ്രയിച്ച് മനസ്സിൽ നമ്മൾ അമ്മയെ കാരുണ്യവതിയായി അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം, ഞങ്ങളെ കാത്തു സംരക്ഷിച്ച അമ്മയ്ക്ക് കൂടാനുകൂടി നന്ദി എന്ന് പറഞ്ഞ അമ്മയുടെ കാലിൽ മുറുകെ പിടിച്ചുകൊണ്ട്, അമ്മയെ വേദനിപ്പിക്കാതെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം മുഴുവനായിട്ടും നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. അമ്മ അനുഗ്രഹിക്കും, ഉറപ്പാണ്. നൊന്ത് വിളിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വേദന അമ്മ കാണും, അമ്മ അനുഗ്രഹിക്കും. നമ്മുടെ വേദനയൊക്കെ മാറ്റി നമുക്ക് സമാധാനവും ശാന്തിയും സന്തോഷവും സൽകീർത്തിയും എല്ലാവിധ അനുഗ്രഹങ്ങളും അമ്മ നൽകും. അതുകൊണ്ട് ഇതുപോലെ കൊടുങ്ങല്ലൂർ പോയിട്ട് ഇടയ്ക്ക് ഒന്ന് പോവുക. കൊടുങ്ങല്ലൂർ
പോയിട്ട് നമ്മൾ മനസ്സ് സാന്നിധ്യത്തോടെ അമ്മയോട് എല്ലാം ആശ്രയിച്ച് സംസാരിച്ച് അമ്മയുടെ ആ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പ്രദക്ഷിണം വെച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രദക്ഷിണം വെച്ച് വരിക. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്നെ ശ്രവിച്ച നല്ലവരായ സജ്ജനങ്ങൾക്ക് ദീർഘായുസ്സോടെ ആയുരാരോഗ്യത്തോട് ജീവിക്കാൻ കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം സദാസമയം ഉണ്ടാവട്ടെ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.